ഇന്ന് +1 ഇംപ്രൂവ്മെന്റ് ഒക്ടോബർ എക്സാമിന് വേണ്ടിയുള്ള മാത്സിന്റെ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് 4 മാർക്കിന്റെ ഉറപ്പായിട്ടുള്ള ചോദ്യമാണ്. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഉറപ്പിച്ച് കിട്ടുന്നത്. നമുക്ക് മാർക്ക് കിട്ടുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം. അത് ഏറ്റവും കുറച്ച് പഠിച്ചുകൊണ്ട് മാക്സിമം മാർക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ അത് കിട്ടും. നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിക്ക് പോലും മാക്സിമം മാർക്ക് പോകാനുള്ള വഴികളാണ് പറഞ്ഞിരുന്നത്. അതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്, ഏതൊക്കെ ചാപ്റ്ററാണ് പഠിക്കേണ്ടത്, ഓരോ ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യൻ ആണ് പഠിക്കേണ്ടത്, ഓരോ ചാപ്റ്ററിലെ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഏതാണ് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് തന്നുള്ള ക്ലാസ്സാണ്. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. മാത്സ് മാത്രമല്ല, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ചാപ്റ്ററാണ് ബൈനോമിയൽ തിയറം. ബൈനോമിയൽ തിയറം എന്ന് കേൾക്കുമ്പോഴേ അത്ര ഇഷ്ടമൊന്നുമല്ല, പക്ഷെ നമുക്ക് മാർക്ക് കിട്ടാൻ വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ അതാണ് പഠിപ്പിക്കാൻ പോകുന്നത്. നമുക്ക് ഒന്നാമത്തെ പാർട്ട്, നമുക്ക് 2 പാർട്ടായിട്ടായിരിക്കും അതിനുള്ളിലെ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ പാർട്ട് ഇതാണ്, ഹൗ മെനി ടേംസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഹൗ മെനി ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 1 + 2x + x square whole raised to 20. 1 + 2x + x square whole raised to 20. ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ എത്ര ടേംസ് ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ സാധാരണ എക്സ്പാൻഡ് ചെയ്യുന്ന നമ്പർ ഓഫ് ടേംസിനെ കണ്ടുപിടിക്കാൻ പവർ +1 ആണ്. പവറിനോടുകൂടി 1 കൂട്ടിയാൽ മതി. പക്ഷെ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. 3 പേരുണ്ട്, അകത്ത് 3 ടേംസ് ഉള്ളപ്പോൾ ആ പണി പറ്റത്തില്ല കേട്ടോ. 2 പേരുള്ളപ്പോൾ a + b മാത്രം. ഇവിടെ കണ്ട 3 പേരുണ്ട് കേട്ടോ, 1 2 3. അങ്ങനെയുള്ളപ്പോൾ പവർ +1 തെറ്റാണ് കേട്ടല്ലോ. അപ്പൊ ഇതിന് നമ്മൾ ചെയ്യുന്നത് അകത്ത് 2 പേരാക്കാം അതിനുള്ള വഴി ഉണ്ട് കേട്ടോ. ഈ 1 + 2x + x square, 1 + 2x + x square എന്ന് കണ്ടാൽ ആർക്കും കത്തുന്നില്ലയോ? കത്തണം. 1 + 2x + x square എന്ന് പറഞ്ഞാൽ അത് 1 + x the whole square ആണ് കേട്ടോ. 1 + 2x + x square എന്ന് പറഞ്ഞാൽ 1 + x the whole square. പിന്നെ ആണ് ഹോൾ റേസ് ആര് കിടക്കുന്നത്? 20. ഓക്കെ, ഈ 3 പേർക്ക് നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ 3 പേർക്ക് വരെ 1 + x the whole square എന്ന് എഴുതാം. ഹോൾ റേസ് 20. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 1 + x whole raised to 2 × 20 40. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ മാറി. 1 + x whole raised to 40. ഇപ്പൊ 2 ടേംസ് അല്ലേ ഉള്ളൂ ബ്രാക്കറ്റിൽ. a + b റേസ് ആയില്ലയോ? ഇപ്പൊ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. നമ്പർ ഓഫ് ടേംസ് ഈക്വൽ ടു പവർ +1 40 + 1 41. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ടേംസ് എത്രയായി? 41. അപ്പോൾ അവനെ കഴിഞ്ഞു. അപ്പോൾ 41 ടേംസ്. അല്ല, നമ്മൾ ആദ്യമേ 21 എഴുതിയാൽ മഹാമണ്ഡലമാണ്, നമ്മൾ അറിയാൻ ചെയ്തു പോകും. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ രണ്ടാമത്തെ പാർട്ടാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പാർട്ട്. x² + 1/x whole raised to 5 നെ എക്സ്പാൻഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പാർട്ട് കേട്ടോ. എക്സ്പാൻഡ് x² + 1/x whole raised to എന്താണ്? 5. ഒത്തിരി വലിയ പവറും ചോദിക്കുന്നില്ല കേട്ടോ. മാക്സിമം പവർ 5 വരെ ചോദിക്കുന്നു. 5 4 ഇവരെ നിങ്ങളങ്ങ് പിടിച്ചാൽ മതി, കിട്ടും. ഓക്കെ, x² + 1/x whole raised to 5 നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പോണേ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനൊരു വഴിയുണ്ട് കേട്ടോ. നിങ്ങൾ ഫോർമുലയൊന്നും കാണാതെ പഠിക്കണ്ട. അതിനുള്ള വഴി എടുത്ത് നോക്കണേ. ഫസ്റ്റ് ടൈം, ആദ്യത്തെ ടൈം എഴുതാൻ ഈ x² raised to e power, x² raised to e power. ഓക്കെ, ഫസ്റ്റ് ടൈം ആയി. ഇത്രേ ഉള്ളൂ. ആകെ 6 ടൈമേ ഉള്ളൂ. കാരണം കിട്ടിയേ. രണ്ടാമത്തെ ടൈം തുടങ്ങുന്നത് ഈ 5 ദാറ്റ് ഈസ് 5c1. 5c1. ഓക്കെ, എന്നിട്ട് ഈ x² ന്റെ പവറോട് 5 ഇല്ലായിരുന്നു, ഒന്ന് കുറച്ച് കഴിയുമ്പോൾ ഒരെണ്ണം കുറയ്ക്കുക. x² raised to 4 ഇൻറ്റു ഇവിടെ വരണം ഇൻറ്റു 1/x. ഇതാണ് രണ്ടാമത്തെ ടേം. ഇപ്പൊ രണ്ടാമത്തെ ടേം തുടങ്ങുന്നു 5c1. ഈ x² ന്റെ പവർ ഒന്നുകൂടെ കുറഞ്ഞ് x² raised to 4 ആയി ഇൻറ്റു സെക്കൻഡ് ടേം. ഇനി ഇതിനെ നോക്കി ഇതെഴുതും, ഇതിനെ നോക്കി ഇതെഴുതും, ഇതിനെ നോക്കി ഇതെഴുതും. അങ്ങനെ നോക്കി എഴുതാൻ പഠിക്കാം. എക്സാം ഒക്കെ ആകുമ്പോൾ നോക്കി എഴുതാൻ പഠിക്കണം കേട്ടോ. ഓക്കെ, 5c1 ന്റെ കണ്ടിന്യൂഷൻ വരുന്നത് 5c2. x² ന്റെ പവർ ഒന്നുകൂടെ കുറഞ്ഞു, x² the whole cube. ഇപ്പൊ 1/x ന്റെ പവർ ഒന്നുകൂടെ കൂടി 1/x the whole square. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? x² ന്റെ പവർ ഒന്ന് കുറയുമ്പോൾ 1/x ന്റെ പവർ ഒന്ന് കൂടി. അപ്പൊ ഒന്ന് കുറയുന്നു, മറ്റൊരു കൂടുന്നു. ഇതേ ഉള്ളൂ പണി. ഓക്കെ, അടുത്ത ടൈം നമ്മൾ ഈ പണി ചെയ്താൽ മതി. 5c2 ന്റെ കണ്ടിന്യൂഷൻ വരേണ്ടത് 5c3. x² ന്റെ പവർ 3 നിന്ന് ഒന്നുകൂടെ കുറഞ്ഞു മോനെ, x² the whole square. അപ്പൊ 1/x ന്റെ പവർ ഒന്നുകൂടെ കൂടി 1/x the whole cube. ഓക്കെ, അങ്ങനെ. അപ്പൊ നോക്കിക്കേ, x² ന്റെ പവർ ഉണ്ടോ? x² ന്റെ പവർ 5 ഉണ്ടായിരുന്നു, ഇവിടെ 4 ആയി, ഇവിടെ 3 ആയി, ഇവിടെ 2 ആയി.
അപ്പോൾ 1/x ഇവിടെ 1/x, ഇവിടെ 1/x the whole square, ഇവിടെ 1/x the whole cube പവർ കൂടുന്നു. ഓക്കെ, അടുത്ത 5c4 x സ്ക്വയർ പവർ ഒന്നുകൂടെ കുറഞ്ഞോട്ട് നമുക്ക് എന്താ x സ്ക്വയർ റൈസ് ടു 1 ആയി, 2 ൽ നിന്ന് 1 ആയി. അപ്പോൾ 1/x ന്റെ പവർ ഒന്നുകൂടെ കൂടി 1/x റൈസ് ടു 4. ഓക്കെ, 1/x ന്റെ പവർ 3 ആയിരുന്നു, 4 ആയി. അടുത്ത ടൈം ലാസ്റ്റ് ടൈമാണ്, അറിഞ്ഞോ? അടുത്ത ടൈം ലാസ്റ്റ് ടൈമാണ്. എങ്ങനെ തിരിച്ചറിയും? 5c1 5c2 5c3 5c4 അടുത്ത 5c5. 5c5 എന്ന് കേൾക്കുമ്പോഴേ ഏത് ടൈമാണ്? ലാസ്റ്റ് ടൈമാണ് കേട്ടോ. 5c5 അതുകൊണ്ട് അത് എഴുതണ്ട. ലാസ്റ്റ് ടൈം ആകുമ്പോൾ ഒറ്റ ഒരാളെ വരത്തുള്ളൂ കേട്ടോ. ഫസ്റ്റ് ടൈമിൽ ഒറ്റ ഒരാളെ ഉള്ളൂ. സെക്കൻഡ് ടൈമിലും തേർഡ് ടൈമിലൊക്കെ ഒത്തിരി പേർ. ഫസ്റ്റ് ടൈമിലും ലാസ്റ്റ് ടൈമിലും ഒറ്റ ഒരാളെ കാണത്തുള്ളൂ. ഫസ്റ്റ് ടൈമിൽ ഈ x സ്ക്വയർ റൈസ് 5. ലാസ്റ്റ് ടൈം എഴുതുമ്പോൾ ലാസ്റ്റ് ടൈം എന്ന് എങ്ങനെയാ മനസ്സിലായത്? 5c3 5c4. അടുത്ത നമ്മൾ എഴുതാൻ പോകുന്ന ആരാ? 5c5. സെയിം 5c5. അങ്ങനെ വായിക്കുമ്പോഴേ ലാസ്റ്റ് ടൈം ആണ്. ലാസ്റ്റ് ടൈമിൽ ഒരാളെ ഉള്ളൂ. നീ എഴുതിയേക്കുന്ന 1/x ന് ഒന്ന് കൂട്ടി എഴുതിയാൽ മതി. 1/x റേസ് എത്ര? 5. ഈ എക്സ്പാൻഷൻ തീർന്നു, മാർക്ക് മുഴുവനായില്ല, ബാക്കിയും കൂടെ ചെയ്യണം. ഓക്കെ, ആൻസർ എഴുതുമ്പോൾ x റേസ് 10. എല്ലാവർക്കും മനസ്സിലായി? x സ്ക്വയർ റേസ് 5 2 × 5 10. 5c1 നിങ്ങളുടെ കാൽക്കുലേറ്റർ ഒന്ന് കുത്തി നോക്കിയാൽ കേട്ടോ, 5c1 കിട്ടും. 5c1 5 ആണ്. x റേസ് ടു 8 × 1/x. 5c2 10 ആണ്. x സ്ക്വയർ റേസ് 3 x റേസ് 6 1/x whole square. 1 square is 1/x square. 5c3 is also 10 കേട്ടോ. 5c2 5c3 ഒക്കെ 10 ആണ് കേട്ടോ. x raised 2 × 2 4 1/x cube കേട്ടോ. 1/x cube 1/x whole cube 1/x cube. 5c4 again 5 ആണ്. എന്താ നിങ്ങളുടെ കാൽക്കുലേറ്ററിലെ NCR എന്ന് കിടപ്പുണ്ട്, അവിടെ 5 അടിക്കുക, c അടിക്കുക, 3 അടിക്കുക, ആൻസർ കിട്ടും കേട്ടോ. 5c4 5 ആണ്. x square raised to 1x square 1/x raised to 4 is 1/x raised to 4. Last time is 1/x raised to 5. 4 മാർക്ക് ടോട്ടൽ കിട്ടുന്നോ കളയണോ? ഓക്കെ, പിടിച്ചാൽ ഇവനൊക്കെ കിട്ടിയ വേണം. That is x raised to 10 plus 5. ഇവിടെ x raised to 8, ഇവിടെ x raised to 1. അപ്പോൾ ഡിവൈഡ് ആവുമ്പോൾ പവർ കുറയും. ഇവിടെ 8 ഇവിടെ 1. ഡിവൈഡ് ചെയ്യുമ്പോൾ പവർ കുറയുമ്പോൾ 8 - 1 7. അപ്പോൾ 5 × x raised to 7. അടുത്ത വരുമ്പോൾ 10 ഇവിടെ 6 ഇവിടെ 2. 6 ൽ നിന്ന് 2 പോയാൽ 4. അപ്പൊ x റേസ് 4. അടുത്ത വരുമ്പോൾ 10 × ഇവിടെ 4 ഇവിടെ 3. അപ്പൊ വ്യത്യാസം 1. മണ്ടയ്ക്ക് കൂടുതൽ 1 അല്ലേ? ഇവിടെ 4 ഉണ്ട്, ഇവിടെ താഴെ 3 ഉള്ളൂ. അപ്പൊ വ്യത്യാസം 1. അടുത്ത ടൈം ശ്രദ്ധിക്കണേ, 5/x സ്ക്വയർ എന്ന് വരും. 5/, മണ്ടയ്ക്കല്ല x താഴെ. കാരണം എന്തുകൊണ്ടാ? ഇവിടെ x സ്ക്വയർ താഴെ x 4 ഉണ്ട്. അപ്പോൾ ഇവിടെ അടിയിലാണ് പവർ കൂടുതൽ. ഇവിടെ 4 ഉണ്ട്, ഇവിടെ 2 ഉള്ളൂ. അപ്പൊ വ്യത്യാസം 4 - 2 2. ലാസ്റ്റ് തീർന്നു മോനെ. 1/x raised to 5. പ്രോബ്ലം തീർന്നു. 4 മാർക്ക്. അപ്പൊ ഈ എക്സ്പാൻഡ് ചെയ്തതിന് 3 മാർക്കും, ഈ ചെയ്തതിന് 1 മാർക്കും 4 മാർക്ക്. അപ്പോൾ ഇതാ പിടിച്ചോ 4 മാർക്ക് എന്നുള്ള പ്രോബ്ലം ആയിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇഷ്ടപ്പെട്ട മാക്സിമം ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി എല്ലാ ഇൻസ്ട്രക്ഷൻസും കിട്ടും. മീൻസ് എക്സാം എപ്പോഴാണ്, എത്ര ഫീസ് അടയ്ക്കേണ്ടത്, എങ്ങനെയാണ് അടയ്ക്കേണ്ടത്, എല്ലാം കൃത്യമായിട്ട് കിട്ടും. അപ്പൊ നമ്മുടെ ചാനൽ ഫോളോ ചെയ്താൽ ഉടനെ നിങ്ങൾക്ക് അപ്ഡേഷൻസ് എല്ലാം കിട്ടും. പിന്നെ ക്ലാസ്സുകൾ കിട്ടും. പിന്നെ ജയിക്കാനുള്ള എല്ലാ വഴികളും കിട്ടും. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.